റിച്ചാർഡ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികൻ എഴുതിയ സീകൾ കടൽക്കാക്ക എന്നൊരു പുസ്തകം. ഒരു പുസ്തകം നിറയെ ഒരു കടൽക്കാക്കയുടെ കഥയാണ്. ഞാൻ വായിച്ച കുറേ പുസ്തകങ്ങളിൽ നമ്മുടെ ബിസിനസ്സുമായി ഏറെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കഥയായതുകൊണ്ട് ആ കഥ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ഉണ്ട്. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ മീൻ പിടിക്കാൻ പോയ ബോട്ടുകൾ, തോണികളെല്ലാം തിരിച്ച് ഹാർബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിറയെ മത്സ്യങ്ങളുമായി നേരം വെളുക്കുമ്പോൾ ഹാർബറിലേക്ക് തോണികളും ബോട്ടുകളും അങ്ങനെ അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന കടൽക്കാക്കകൾ വലിയ ബഹളം ഉണ്ടായിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ബോട്ടുകൾക്കടുത്തേക്ക് പറന്നു ചെല്ലുക. ആ സമയത്ത് കുറെ മത്സ്യം വിൽക്കേണ്ട തൊഴിലാളികൾ അവരുടെ കൊട്ടകളും പെട്ടികളുമായി ആ മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി ബോട്ടുകൾക്കടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവര് ആ തോണികളിൽ, ബോട്ടുകളിൽ നിറയെ കൊണ്ടുപോകുന്ന മത്സ്യങ്ങൾ മത്സ്യത്തൊഴിലാളികളെ കൊട്ടകളിലേക്കും പെട്ടികളിലേക്കും മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ മത്സ്യം കുത്തിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പറന്നു ചെല്ലുന്ന കടൽക്കാക്കകളെ ഈ തൊഴിലാളികൾ ആട്ടി ഓടിക്കുകയാണ്. എന്നാൽ ഈ ബോട്ടിൽ നിന്ന് കൊട്ടയിലേക്കും പെട്ടിയിലേക്കും മത്സ്യം മാറ്റുമ്പോൾ അതിനകത്ത് വിൽക്കാൻ കഴിയാത്ത ചെറിയ മത്സ്യങ്ങളെയും ചീഞ്ഞു പോയ മത്സ്യങ്ങളെയും അവരിങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഈ വലിച്ചെറിയുന്ന ചെറിയ ചീഞ്ഞു പോയ മത്സ്യങ്ങൾക്ക് വേണ്ടി ഈ കടൽക്കാക്കകൾ പരസ്പരം മത്സരിച്ച് ഫൈറ്റ് ചെയ്യാണ്. ഓരോ കടൽക്കാക്കി തന്റെ മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദൂരേക്ക് പറക്കും. കാരണം അവൻ്റെ അടുത്ത് നിന്ന് ആരും ഒച്ചെടുക്കാതിരിക്കാൻ. അങ്ങനെ അതിനകത്ത രണ്ട് കാക്കകൾ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് രണ്ടുപേർക്കും ഓരോ മത്സ്യം കിട്ടിയപ്പോൾ അവര് മറ്റുള്ളവരുടെ ചണ്ട കൂടാത്തതുകൊണ്ട് അങ്ങ് ദൂരേക്ക് പറന്ന് ഒരു ഉയർന്ന തെങ്ങോലിരുന്ന് രണ്ടുപേരും അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മ അച്ഛനോട് പറയാണ്, നമുക്ക് രണ്ടുപേർക്കും മത്സ്യം കിട്ടി, നമ്മളെ മോനെ നിങ്ങൾ നോക്കുന്നുണ്ടോ? അവന് ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറുതെ അങ്ങനെ പറന്ന് കളിക്കുകയാണ്. അപ്പോ അമ്മ പറഞ്ഞു, മോനെ ഒന്ന് ഓടി വാ, വന്ന് ഭക്ഷണം കഴിക്കും, മത്സ്യമൊക്കെ ഇപ്പൊ തീർന്നു പോകും. അപ്പൊ അവൻ പറയാണ്, നമ്മളെ കണ്ടവന്മാരെങ്ങനെ വലിച്ചെറിയുന്ന വേസ്റ്റ് മത്സ്യത്തിന് വേണ്ടി ചണ്ട കൂടുന്നവരല്ല. നമ്മൾ കടൽക്കാക്കകളാ, നമ്മൾ ഉയർന്ന് പറക്കേണ്ടവരാ. ആ ഉയർന്ന് പറക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് രണ്ട് ചിറകുകൾ തന്നത്. അതുകൊണ്ട് ഞാൻ ഉയർന്ന് പറക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് മനുഷ്യന്മാര് വലിച്ചെറിയുന്ന വേസ്റ്റ് മത്സ്യം വേണ്ട. അപ്പൊ അമ്മ പറയും, കേട്ടോ കേട്ടോ, മോൻ തീരെ അനുസരണയില്ല, അവൻ എന്നെ പഠിപ്പിക്കുക, നമുക്ക് ഇങ്ങനെയൊക്കെ ഭക്ഷണം കിട്ടൂ, അത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. അത് കേട്ടപ്പോ കുറച്ചുകൂടി ഗൗരവത്തില് ഈ അച്ഛൻ, പിതാവ്, ഉപ്പ പറഞ്ഞേ, മോനെ നമുക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ, നമുക്ക് ഈ മനുഷ്യന്മാര് വലിച്ചെറിയുന്ന മത്സ്യം കിട്ടുള്ളൂ, അത് വന്ന് വേഗം കഴിക്കാൻ നോക്ക്. നീ ഇപ്പൊ ഇങ്ങനെ പറന്ന് കളിച്ചാൽ ഇത്തിരി കഴിഞ്ഞാൽ മത്സ്യം തീരും, പിന്നെ പട്ടിണി എടുക്കേണ്ടി വരും. അവിടെ ഒന്ന് വേഗം വാ, വന്ന് ഭക്ഷണം കഴിക്കും. അപ്പോ അവർ ഉപ്പാനോട് പറയണ, അച്ഛനോട് പറയാണ്, നമ്മള് ഉയർന്നു പറക്കാൻ ചെറിയ കിട്ടിയവരാ, നമ്മളിങ്ങനെ മനുഷ്യന്മാര് വലിച്ചെറിയുന്ന വേസ്റ്റ് തിന്നവരല്ല, നിങ്ങളതിന് മാതൃ കാണിക്കേണ്ട ആളുമല്ല. അതുകൊണ്ട് എനിക്ക് ആ ഭക്ഷണം വേണ്ട, ഞാൻ ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അമ്മ അവന്റെ കൂട്ടുകാരായ കാക്കയോട് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, അച്ഛനും അമ്മയും പറഞ്ഞിട്ടാവും കേൾക്കുന്നില്ല, കൂട്ടുകാരെ നിങ്ങളൊന്ന് ഉപദേശിക്കും. അങ്ങനെ കൂട്ടുകാരൊക്കെ അവനെ വിളിച്ചു പറഞ്ഞ്, വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോടാ, എന്നിട്ട് പറക്കടാ. അവൻ പറഞ്ഞു, നാണമില്ല നിങ്ങക്ക്, ഉയർന്നു പറക്കാൻ ചിറക് നമ്മള് ഈ മനുഷ്യന്മാര് വലിച്ചെറിഞ്ഞ വേസ്റ്റിന് വേണ്ടി മല്ലടിക്കുന്ന പോലും നാണമില്ല നിങ്ങക്ക്, എനിക്കാ ഭക്ഷണം വേണ്ട. അത് പറഞ്ഞു വീണ്ടും ഉയർന്നു പറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ഉയർന്നു പറക്കാൻ ശ്രമിച്ച ഈ കടൽക്കാക്കുകയും ഇപ്പോ അവന്റെ ചിറകുകൾക്ക് ശക്തി കൂടി, കട്ടി കൂടി. അവൻ നല്ല ഉയരത്തിലും കടലകത്തേക്കും പറക്കാൻ തുടങ്ങി.
സാധാരണ കടൽക്കാക്കകൾ പറക്കുന്നതിനേക്കാൾ ഉയരത്തിലും കടലിനുള്ളിലേക്കും അവനങ്ങനെ പറക്കാൻ തുടങ്ങി. അവൻ ആസ്വദിച്ച് പറക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കടലകത്തേക്ക് ഉള്ളിലേക്ക് പറന്നപ്പോ അവൻ വെറുതെ താഴേക്ക് നോക്കിയപ്പോ അവൻ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. കടലിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കല്ലിന്മേൽ കടൽ വെള്ളം വന്ന് ആഞ്ഞടിക്കുമ്പോ, തിരവന്ന് ആഞ്ഞടിക്കുമ്പോ അതിന് മേലെ പെട്ട് പെടയുന്ന നല്ല പച്ച മത്സ്യങ്ങളെ കണ്ടു. അവൻ നേരെ താഴേക്ക് പറന്നിറങ്ങി. എന്നിട്ട് ആ പാറക്കല്ലിൽ വന്ന് അടിച്ച് പെടയുന്ന വലിയൊരു പച്ച മത്സ്യം കൊച്ചെടുത്തു. എന്തൊരു സ്വാദ്! ഇത്രയും സ്വാദുള്ള ഭക്ഷണം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അവരത് മുഴുവൻ കഴിച്ചതിന് ശേഷം അവൻ ചിന്തിക്കുകയാണ്, എന്റെ അച്ഛനമ്മമാർക്ക് ഇതേപോലെ ഒരു നല്ല ഭക്ഷണം ജീവിതത്തിൽ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യാനാ? അവരൊന്നും ഉയർന്ന് പറക്കാൻ തയ്യാറല്ലല്ലോ. ഉയർന്ന് പറക്കുന്നവർക്ക് മാത്രമല്ലേ ഇത് കിട്ടുള്ളൂ. എന്തു സ്വാദുള്ള മത്സ്യം! ഒട്ടും ചെയ്യാത്ത ജീവനുള്ള മത്സ്യങ്ങളെ ഇങ്ങനെ ദിവസവും തിന്നാൻ തുടങ്ങി. അവൻ ഉയർന്നു പറക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസവും അവൻ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ പറന്നു കളിക്കുമ്പോ അതുവഴി പറന്നു പോകുന്ന സ്വർണ്ണ നിറമുള്ള ഒരു 5-6 പക്ഷികൾ ഇവനെ പരിചയപ്പെട്ടു. അവിടെ നീ ഒരു സാധാരണ കടൽക്കാക്കയല്ല. സാധാരണ കടൽക്കാക്കകൾ കടലിനകത്തേക്ക് ഇത്രയും പറക്കാറില്ല. നീ ഇവിടുന്ന് കറങ്ങി നടക്കുന്നവരല്ല. നീ ഉയർന്ന ചിന്താഗതിയുള്ളവരാണ്. നീ ഞങ്ങളെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങള് നിന്നെ വേറൊരു ലോകം കാണിക്കാം. അങ്ങനെ അവന് ആ സ്വർണ്ണ നിറമുള്ള പക്ഷികൾക്കൊപ്പം അവൻ പറന്നു. ഒരുപാട് പറന്ന സമയത്ത് അവൻ പുതിയൊരു ദ്വീപിലെത്തി, ഒരു പുതിയ രാജ്യത്തെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോ ഭയങ്കര ശാന്തത, നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം, കൊത്തി തിന്നാൻ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ. ആരും ആരോടും ശണ്ട കൂടുന്നില്ല. അങ്ങനെ ഈ സ്വർണ്ണ നിറമുള്ള പക്ഷികൾ അവനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയപ്പോ ഒരുപാട് പക്ഷികൾ അവിടെ ധ്യാനത്തിലിരിക്കുക. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സള്ളിവൻ എന്ന് പറയുന്ന വേറൊരു പക്ഷിയാണ്. അങ്ങനെ അവർ കൊണ്ടുവന്ന് നേരെ സള്ളിവനെ പരിചയപ്പെടുത്തി. സള്ളിവൻ പറഞ്ഞു, ഇവിടെ നീക്കണ്ട, പുതിയ ആളുകൾക്ക് ട്രെയിനിങ് വേറെ നടക്കുന്നുണ്ട്. ഇത് സീനിയേഴ്സിനുള്ള ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് ഇവന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അടുത്ത ഹോളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ഹോളിലേക്ക് കൊണ്ടുപോയപ്പോ ചിയാൻ എന്നൊരു പക്ഷി അവിടെ പുതിയ ആൾക്ക് വേണ്ടി ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചിയാനെ കൊണ്ട് പരിചയപ്പെടുത്തിയ സമയത്ത് ഇവൻ ചിയാനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനോ, എനിക്കൊരു സംശയം, ഇതാണോ സ്വർഗം? അയാൾ പറഞ്ഞ്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല, അക്കുള്ളതാട്ടാ, സ്വർഗം എന്നൊന്നും ഇല്ല ഈ ലോകത്ത്. ചെയ്യാൻ പറയാണ്, ഗുരു പറയാണ്, സ്വർഗം എന്നൊന്ന് ഇല്ല ഈ ലോകത്ത്. നിങ്ങളുടെ സന്തോഷത്തിന്റെയും നന്മയുടെയും പൂർത്തീകരണമാണ് യഥാർത്ഥ സ്വർഗം. നിങ്ങളുടെ സന്തോഷത്തിന്റെയും നന്മയുടെയും പൂർത്തീകരണമാണ് യഥാർത്ഥ സ്വർഗം. അപ്പോൾ ചോദിക്കണ്, അപ്പൊ ഞാൻ സ്വർഗത്തിലെത്തിയോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഞാൻ ഇപ്പൊ നല്ല സന്തോഷത്തിലാ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോ നിങ്ങൾക്ക് സന്തോഷമായാൽ മാത്രം നിങ്ങൾ സ്വർഗത്തിലെത്തില്ല. നിങ്ങളുടെ നന്മയുടെ പൂർത്തീകരണം നടക്കണം. അങ്ങനെ അമ്മ നിങ്ങൾ സ്വർഗത്തിലെത്തുള്ളൂ. അപ്പൊ ചോദിച്ചു, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം. ഇതൊന്നും അറിയാത്ത ഒരുപാട് കാക്കകൾ, കടൽക്കാക്കകൾ അവിടെ ഇന്നും പഴയ ദാരിദ്ര്യത്തിൽ അവിടുത്തെ ആളുകൾ വലിച്ചെറിയുന്ന വേസ്റ്റിന് വേണ്ടി മല്ലടിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കുറച്ചു പേരെങ്കിലും ഈ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം. അവർക്ക് സന്തോഷമാകുമ്പോൾ നിങ്ങൾ നന്മ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കാം. അങ്ങനെ നിങ്ങളുടെ സന്തോഷവും നന്മയും ചേരുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെത്തും. ഇവരത് കേട്ട പാതി കേൾക്കാതെ അവിടെ തിരിച്ചു പറഞ്ഞു അവന്റെ നാട്ടിലേക്ക്. നാട്ടിൽ കൂടെ അങ്ങ് പറഞ്ഞ അവിടെ ഇറങ്ങാൻ നോക്കുമ്പോ ഒരു കടൽക്കാക്ക, ഒരു ചെറുപ്പക്കാരൻ കടൽക്കാക്കയുണ്ട്, അങ്ങനെ ഉയർന്നു പറക്കുന്നു. താഴെ സാധാരണ പോലെ ബോട്ടിൽ വന്ന മത്സ്യത്തിന് വേണ്ടി മറ്റു കാക്കകൾ മല്ലടിക്കുന്നു. അപ്പൊ ഇവൻ ഈ പുതിയ ചെറുപ്പക്കാരൻ കാക്കയോട് ചോദിച്ചു, ഇവൻ നാട്ടിൽ നിന്ന് പോയിട്ട് കുറച്ചായല്ലോ. അവൻ ചോദിച്ചു, അല്ല നിനക്കെന്താ ഭക്ഷണം വേണ്ട, നീ എന്താ ഇങ്ങനെ പറക്കണേ? അവൻ പറഞ്ഞ്, നമ്മൾ കടൽക്കാക്കകളാ, നമുക്ക് ഉയർന്ന് പറക്കാൻ വേണ്ടിയാണ് ചിറകുകൾ തന്നത്. നമ്മളിങ്ങനെ വേസ്റ്റ് മത്സ്യത്തിന് വേണ്ടി മല്ലടിക്കേണ്ടവരല്ല. അവിടെ എനിക്ക് താല്പര്യമില്ല, ഞാൻ പറക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഈ കടൽക്കാക്കയ്ക്ക് മനസ്സിലായി,
ഞാൻ അന്വേഷിക്കുന്ന ആളെ തന്നെ കണ്ടത്. അങ്ങനെ അവിടുന്ന് ഇവൻ അറ്റോട് പറഞ്ഞ്, ഇങ്ങനെ പറക്കാൻ കരുത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ജൊനാഥൻ എന്ന് പറയുന്ന നമ്മുടെ കഥാനായകൻ ഈ ഫ്ലക്സർ എന്ന കാക്കയെ കൂട്ടി നേരെ ചെയ്യാനെടുത്തേക്ക്. ചെയ്യാൻ്റെ ട്രെയിനിങ് കിട്ടി. അവർ രണ്ടുപേരോട് തിരിച്ച് നാട്ടിലേക്ക്. അവര് വലിയ സന്തോഷത്തോടെ ആവേശത്തോടെ നേരെ ചെന്ന് കടൽക്കാക്കോട് പറഞ്ഞ്, ഇതൊന്നും അല്ല ലോകം, വേറൊരു ലോകം നമുക്കുണ്ട്. അത് കേട്ടപ്പോ കടൽക്കാക്കൾ കൂട്ടമായി ഇവരാക്രമിക്കാൻ വന്നു. ഇവര് ഉയർന്നു പറന്നു. ദിവസവും ഉയർന്നു പറന്ന് ശീലമുള്ളതുകൊണ്ട് ഇവര് നന്നായി ഉയർന്നു പറഞ്ഞപ്പോ അത്ര ഉയർന്ന് പറക്കാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞില്ല. അവരെ ചിറകുകൾ കുഴഞ്ഞു പോയി. അതുകൊണ്ട് രണ്ടിടത്തിന് ജീവൻ കിട്ടി. പക്ഷേ സ്വർഗത്തിലെത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, നന്മയുടെ പൂർത്തീകരണത്തിലെത്തണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അവർ വിട്ടുകൊടുത്തില്ല. അവര് രാത്രി കാലങ്ങളില് ഇവര് താമസിക്കുന്ന കടൽക്കാക്കൾ താമസിക്കുന്ന മരക്കൊമ്പിൽ, ഓരോ ചെറിയ മരക്കൊമ്പിൽ നിന്ന് ചെറിയ ഹോം മീറ്റിങ്ങുകൾ നടത്തി, ഹൗസ് മീറ്റിങ്ങുകൾ നടത്തി. എന്നിട്ട് ഈ സ്വർഗത്തെ കുറിച്ച് അവർ പറഞ്ഞു. അങ്ങനെ പതുക്കെ പതുക്കെ 6 കാക്കകൾ അവരുടെ കൂടെ പോകാൻ തയ്യാറായി. ഈ 2 പേരും പുതിയ 6 പേരിൽ നിന്ന് ചെയ്യാൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. അവർ തിരിച്ചു വന്നു. അവർ കൂട്ടമായി ഹോം മീറ്റുകൾ നടത്തി. അവിടുന്ന് വീണ്ടും വീണ്ടും കാക്കൾ കൂട്ടം മാറി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കടൽ കാക്കളെല്ലാം ഉയർന്നു പറക്കാൻ തുടങ്ങി. മനുഷ്യന്മാർ വലിച്ചെറിയുന്ന വേസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തമായി അവൻ കടലിനകത്തേക്ക് പറന്ന് അവൻ പച്ച മത്സ്യങ്ങൾ കുത്തുന്ന ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കടൽക്കാക്കളുടെ ഒരു കുലത്തിന്റെ യോഗം നടക്കുന്ന സമയത്ത് ആ യോഗത്തിൽ വെച്ച് അതിന്റെ ഏറ്റവും പ്രായമുള്ള കാരണവരായ കാക്ക അയാൾ പറയാണ്, ജൊനാഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ കാക്കയുണ്ടല്ലോ, അവൻ വെറും ഒരു കാക്കയല്ല, അവൻ മഹാനായ ഒരു കാക്കയാണെന്ന്. അപ്പൊ പിറകിൽ നിന്നുകൊണ്ട് ജൊനാഥൻ എഴുതിരുന്ന് പറയണേ, ഞാൻ ഒരു മഹാനായ കാക്കയല്ല, ആദ്യം ഉയർന്നു പറക്കാൻ ശ്രമിച്ച കാക്ക മാത്രം. കഥ കഴിഞ്ഞു. അങ്ങനെ ആദ്യം ഉയർന്നു പറക്കാൻ ശ്രമിച്ച ഒരു കാക്കയാണ് ഉമർ ഉസ്താദ് കാക്ക. കാക്കയാണ് റഷീദ് കാക്ക. മനസ്സിലായോ? അപ്പൊ ഇവിടെ ജൊനാഥൻ എന്ന് പറയുന്ന കഥാനായകന് മറ്റു കാക്കകളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം കഴിവ് തിരിച്ചറിയാനും ഉയർന്നു പറക്കാനും തയ്യാറായി. ഞാൻ ഇങ്ങനെ മദ്രസയിൽ കിടന്ന് മരിക്കേണ്ടവരല്ല, ഞാന് ഉയർന്നു പറക്കേണ്ടവരാണ്. അതിനുള്ള പൊട്ടൻഷ്യൽ എനിക്കുണ്ട്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജൊനാഥന്റെ ഒന്നാമത്തെ ഗുണം. ആളുകൾ എല്ലാവരും എതിർത്തിട്ടും തനിക്ക് ശരിയാണെന്ന് ബോധ്യമുള്ളത്, അതെന്ത് വന്നാലും ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ജൊനാഥന്റെ രണ്ടാമത്തെ ഗുണം. 3, ഒരു കാര്യം ഒരു ദിവസം മാത്രം ചെയ്യുമ്പോഴല്ല ഞാൻ എക്സ്പെർട്ട് ആകുന്നത്, ഞാൻ ദിവസങ്ങളോളം വർഷങ്ങളോളം ചെയ്യുന്ന സമയത്താണ് ഞാൻ അങ്ങനത്തെ എക്സ്പെർട്ട് ആകുന്നത്. അല്ലേ? ഹലോ, അല്ലേ? അങ്ങനെ ദിവസങ്ങളോളം അവൻ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് അടുത്ത ഗുണം. പിന്നീട് ഞാൻ ചെയ്തത് മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ എതിർപ്പ് വന്ന സമയത്തും ഞാനാണ് ശരി, ആ ശരി അവർക്ക് ബോധ്യമായില്ല, അതിന് എന്ത് വില കൊടുത്തും അവരെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അവൻ റെഗുലറായി ഗുരു പറഞ്ഞ സിസ്റ്റം ഫോളോ ചെയ്തു. ഏത്? ഹോം മീറ്റിംഗുകൾ. കൂട്ടമായി പറഞ്ഞവൻ കാക്കകൾ എതിർത്തറ. പകരം ഓരോ കൊമ്പിലും നിന്ന് ചെറിയ ചെറിയ മീറ്റിംഗ് നടത്തിയപ്പോ പല പല ആളുകളെ, പല പല കാക്കകളെ കൂട്ടം മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ തനിക്ക് കിട്ടിയ നേട്ടങ്ങൾ മുഴുവനും കൂടെ വന്ന അല്ലെങ്കിൽ തന്റെ നാട്ടിലുള്ള മുഴുവൻ പക്ഷികളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞപ്പോ അവൻ വെറും ഒരു കാക്കയല്ല, മഹാനായ കാക്കയായി മാറി. ഹലോ, സത്യത്തിൽ നമ്മളൊരു എന്തൊക്കെയോ ബന്ധമില്ലേ? ഇല്ലേ? നീ തന്നെ ചെയ്താ മതി. ഇത്രേ ഉള്ളൂ. ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സാധാരണ പക്ഷികൾ എതിർക്കാനുള്ള കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അറിയാത്തതെല്ലാം തെറ്റ് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതിനു പകരം എല്ലാവരും അറിവുണ്ടാക്കേണ്ട, അറിവിന്റെ വെളിച്ചം എത്തിക്കേണ്ട ഒരു പണി നമ്മൾ ചെയ്യാം. പരസ്യമായി എല്ലാവരും പറഞ്ഞ് വെറുതെ എതിർപ്പ് വാങ്ങണ്ട. പകരം ഹോം മീറ്റിംഗിൽ കുറച്ച് ആളുകളെ മാത്രം കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ കായികമായി നമ്മൾ എതിർക്കും. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് പിന്നെ തല്ലിൽ അവസാനിക്കില്ലേ? എന്താ പറഞ്ഞു ജയിക്കാനായിട്ട് പിന്നെ തച്ചു തീർക്കുക. ഹലോ, ഇത് നാട്ടുകാർ നമ്മോട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ തല്ല് കൊള്ളാൻ നിൽക്കണ്ട.
പതുക്കെ പതുക്കെ കുറച്ച് ആളുകളെ നമ്മൾ അങ്ങനെ ബോധവൽക്കരണത്തിലേക്ക് മാറ്റിയെടുക്കുക. അതിനു മുമ്പേ ഇത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. സത്യത്തിൽ ഈ ജൊനാഥന്റെ അവസ്ഥയിൽ ഈ മേഖലയിൽ നിന്ന് മാറി, സാധാരണ ഞാൻ ഒരു കൃഷിക്കാരന്റെ മകനാണ്, നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് മാറി ഞാൻ വേറൊരു മേഖലയിലേക്ക് മാറിയപ്പോൾ കുടുംബത്തിലെയും സുഹൃത്തുക്കളെയൊക്കെ എതിർപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഈ മേഖലയിൽ വന്നതിന് ഭാഗമായി കോഴിക്കോടൊക്കെ, എറണാകുളത്തൊക്കെ, കേരളത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ മീറ്റിന് നടക്കുന്ന സമയത്ത് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എത്രയോ തവണ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഒന്നും ഇതിലുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ, എൻ്റെ ബന്ധുക്കും എൻ്റെ സുഹൃത്തുക്കും ഇത് ഭാഗ്യം കിട്ടിയില്ലല്ലോ. 5 സ്റ്റാർ 7 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലിലൊക്കെ താമസിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എത്രയോ തവണ ചിന്തിച്ചിട്ടും ഞാൻ ഒരു ഭക്ഷണപ്രിയനാണ് താനും. ഹലോ, ചെറിയ പ്രായത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് കിട്ടിയ സമയത്ത് ഇതൊന്നും എന്നെ കൂടുതലവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ചെയ്യുന്ന പണി ചെയ്യാൻ റെഡിയില്ല. ഇത് ചെയ്യുന്നവർക്കല്ലേ കിട്ടുള്ളൂ. എങ്കിലും ഇന്ന് കുറെ ആളുകളെ ഈ മേഖലയിൽ എത്തിക്കാൻ, അവരും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ, ആസ്വദിക്കാൻ, അതിനൊക്കെ ഒരു അവസരം ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ആ ജൊനാഥന്റെ പണി നമ്മളും എടുത്തേ പറ്റുള്ളൂ. വേറിട്ട് ചിന്തിക്കാനും ചെയ്യുന്ന ജോലി സ്ഥിരമായി ചെയ്യാനും അതിനകത്ത് എക്സ്പെർട്ട് ആവാനും ഒക്കെ നമുക്ക് കഴിയണം. കുറെ ആളുകളെ നമ്മളെക്കാൾ ചെയ്യുന്ന ആളിലേക്ക് മാറ്റണം. പിന്നെ ആളുകള് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് പ്രധാനം. ആളുകൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ നമ്മൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് പ്രധാനം. ആളുകൾ പറയും ഇത് ആദ്യം മുതൽക്കേ കിട്ടുള്ളൂ, പിന്നെ കിട്ടുമൊന്നുമില്ല, ഒരു കുറച്ചാൽ കിട്ടും, പിന്നെ കമ്പനി കൂട്ടും. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ ഒരു ദിവസം കോഴിക്കോട് ബീച്ചിലിരുന്ന് എന്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി ചങ്ങാതി പുല്ലാങ്കിൽ എടുക്കുന്ന ഫ്രൂട്ട് കുറേ എണ്ണം ഇങ്ങനെ ഒരു മരത്തിന് ചെകയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പാട്ടും പാടി ഇങ്ങനെ പോണ്. അത് കേട്ടപ്പോ എനിക്ക് ഇഷ്ടമായ പാട്ടായതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു ആകർഷണം. അത് എടുത്തിട്ട് വന്ന സമയത്ത് ഞാൻ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. 50 ഉറുപ്പിക കണ്ടു കൊടുക്കുന്നു. ഞാൻ കൊടുത്ത് വാങ്ങി. ഇപ്പൊ എന്റെ അടുത്തേക്ക് പറഞ്ഞു, പൊട്ടാ അതിനെ പറ്റിച്ചാൽ അത് പാടൊന്നുമില്ല, ഓൻ പാടിക്കണം നോക്കണ്ട. അപ്പൊ ഞാൻ വേഗം എടുത്ത് വിളിച്ചു നോക്കി, ഇത് പാടുന്നില്ല. ഉറപ്പാ ഇതിനെ പറ്റിച്ച തന്നെയാണ്. പക്ഷേ ഞാൻ രാവിലെ ഒരു +2 കഴിഞ്ഞ ശേഷം, പിന്നെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം മിക്കവാറും രാവിലെ എണീറ്റ് ഞാൻ ടൗണിലുണ്ടാവും. അങ്ങനെ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട്. എന്നെ തന്നെ അവൻ പറ്റിക്കാൻ എനിക്ക് സഹിക്കുവോ? ഞാൻ ഓടി അവിടെ നിൽക്ക്, പോലെ പോലെ ബായ് അവിടെ നിൽക്കുക. ഞാൻ കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട, ഇത് വിളിക്കണല്ല, ഇത് പാടണല്ല, എന്റെ പൈസ നിൽക്ക്. അവിടെ തൂരി ആ പാടുന്നുണ്ട്. ഹലോ, അപ്പൊ ആരോ കുഴപ്പത്? അയാളെ കുഴപ്പം എന്റെ കുഴപ്പമോ? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവന് 5 8 10 കൊല്ലായിട്ട് ഇത് പാടിക്കുന്ന പണിയാ. ഞാൻ ആദ്യമായിട്ട് ഊതി നോക്കിയാ. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞേ, ഞാൻ പറഞ്ഞിട്ട് ആളെ കിട്ടുന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ട് ആളെ കിട്ടുന്നുണ്ട്, എന്നാ 2 ആളുകൾ നിങ്ങളുടെ ആയിട്ടോളി. ഹലോ, നിങ്ങൾക്ക് ആൾ കിട്ടാത്തതിന്റെ കാര്യം എന്താ? എനിക്ക് ആൾ കിട്ടുന്നതിന്റെ കാര്യം എന്താ? 2015 മുതൽ 8-9 കൊല്ലായിട്ട് ഇത് തോടും തന്റെ പണി. ഹലോ, 24 മണിക്കൂർ ഇത് ഊതി നടക്കേ. അപ്പൊ അത് പാടുന്ന മാതിരി ആദ്യം എടുത്ത് ഊതി നിങ്ങൾക്ക് പാടുക, മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ പറയുന്ന പോലെ ആളുകൾ വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചെയ്ത പോലെ ചെയ്യണോ? കുറച്ചു കാലം ചെയ്യണോ? ഈ നാട്ടില് ചെണ്ട കൊട്ടുന്നവൻ കുറെ കൊല്ലം കുട്ടി പഠിച്ചത്, മദ്ദളം കൊട്ടുന്ന കുറെ കുട്ടിനെ ഞാൻ കുട്ടി പഠിച്ചത്, പാട്ട് പാടുന്ന കുറെ പാടിയിട്ടാ പഠിച്ചത്, വണ്ടി ഓടിക്കുന്ന കുറെ കാലം ഓടിച്ചിട്ടാ ഇങ്ങനെ ഓടിക്കുന്നത്. ഹലോ, ഒരു ദിവസം കൊണ്ടൊന്നും നടക്കണമെന്നില്ല. അപ്പൊ കുറച്ച് സമയം എടുത്തേക്കാം. ആ സമയം വരെ ക്ഷമിച്ച് നിൽക്കാനുള്ള മനസ്സുണ്ടാണോ? ഞാൻ അവരോട് പറഞ്ഞു, ഒരു കൂടില്ല, എന്നോട് പറഞ്ഞു കൂടില്ല, എന്നോട് നിർത്തി, ഉണ്ടാവില്ല. ഇത് പറയാൻ ആർക്കും പറ്റൂ. ഞാൻ പറഞ്ഞ കൂടില്ല, ഒന്നും കൂടില്ല, മറ്റൊന്നും കൂടില്ല, പറയുന്നത് വല്ല വരുന്നത് വരെ പറയുന്നേ. ഹലോ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എക്സ്പെർട്ട് ആവും. ഞാൻ പുതിയ ആൾക്കാരോട് പറയാണ്, പണ്ട് ഇപ്പം ഭയങ്കര ചൂടല്ലേ, മഴയില്ലാത്തൊരു സമയല്ലേ, ഇതേപോലെ മഴയില്ലാത്തൊരു സമയത്ത് ഒരു നാട്ടില് ഒരു ചങ്ങാതി, ഒരു തുള്ളിക്കാരുണ്ട്, കോമരക്കാരുണ്ട്. അയാള് പോയി തുള്ളി കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യും. ഏത് വേനലായാലും കുഴപ്പമില്ല, മഴ പെയ്തില്ല, ഇയാൾ പോയി തുള്ളിയാൽ മഴ പെയ്യും. ഇതാ വിശ്വാസം.
അങ്ങനെ ഇയാൾക്ക് ഭയങ്കര ഡിമാൻഡായി. ഇയാൾ എടക്കോ തുള്ളാൻ കൊണ്ടുപോകും. ആടെ തുള്ളിയാൽ മഴ പെയ്യും. അങ്ങനെ ഏതോ ഒരു ദൂര സ്ഥലത്ത് ഇയാൾ തുള്ളാൻ കൊണ്ടുപോയ സമയത്ത് പണ്ടമാൻ ആൾക്കാരുണ്ട് നിൽക്കുന്നത്. ഇയാള് സംഭവം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കാൻ നിൽക്കല്ലേ. നോക്ക് പോര് പറയണേ, പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല എന്നുള്ള സത്യം, മഴ ഇല്ല എന്നുള്ള സത്യമാണ്. പക്ഷേ നിങ്ങൾ തുള്ളിക്കഴിഞ്ഞാൽ എങ്ങനെയാ മഴ പെയ്യുന്നത്, അതിന്റെ സയൻസ് എന്താ, ഒരു ശാസ്ത്രം എന്താ, അത് പറഞ്ഞ് തുള്ളിയാൽ മതി. ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾ പൊട്ടന്മാരല്ല. ഹലോ, നിങ്ങൾ വന്നവണ് തുള്ളിക്കഴിഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്യുന്നത് ശാസ്ത്രം എന്താ, സയൻസ് എന്താ, അത് പറഞ്ഞതിന് ശേഷം തുള്ളിയാൽ മതി. മൂപ്പര് പറഞ്ഞ് ഈ ഒരു സയൻസും ഇല്ല, ഞാൻ തുള്ളാൻ തുടങ്ങിയ മഴ പെയ്യുന്നത് വരെ തുള്ളു. ഹലോ, മനസ്സിലായോ? എനിക്കെങ്ങനെ ആളെ കിട്ടിയത് മനസ്സിലായോ? ഞാൻ ആള് വരുന്നവരേ പറയൂ. അതന്നെ, വേറെ സീക്രട്ട് ഒന്നും ഇല്ല ഇതിനകത്ത്. നിങ്ങൾ രണ്ടെണ്ണം പറഞ്ഞ് നിർത്തൂ, അല്ലെ പലരും രണ്ടെണ്ണം പറഞ്ഞ് നിർത്തൂ, പിന്നെ അഭിമാന പ്രശ്നമായി മാറൂ. ഞാൻ വിചാരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ, ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞു വന്നു. അങ്ങനെ കുറെ ആൾക്കാർ വന്ന് 8-9 കൊല്ലം പറയാൻ തുടങ്ങിട്ട്. ഹലോ, മടി ഇനി തീരെ പറ്റൂല. ചില ആൾക്കാർ പിന്നെ പറയാൻ ഒരാളുണ്ടല്ലോ പറയാലോ, മടി തീരെ പറ്റൂല. ഹലോ, പുതിയ ആൾക്കാരോട് പറയട്ടോ, പണ്ടൊരു രാജാവ് ആ രാജ്യത്ത് മടിയന്മാരുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു വിളംബരം നടത്തി. രാജ്യത്തിന് എല്ലാ മൂലയിലും പോയിട്ട് മറ്റേ സൈനികർ പോയി പറഞ്ഞ്, മഹാരാജാവ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്, നമ്മളെ ഈ രാജ്യത്ത് ഏതെങ്കിലും മടിയന്മാരുണ്ടെങ്കിൽ ഇവര് ഞായറാഴ്ച രാവിലെ നേരം കൊടുക്കുമ്പോൾ നിങ്ങൾ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് വരണോ, ഏറ്റവും നല്ല മടിയന്മാർക്ക് സമ്മാനം കൊടുക്കേണ്ടത്. ഹലോ, ഞായറാഴ്ച രാവിലെ നേരം കൊടുത്തു നോക്കിയപ്പോ വമ്പൻ ക്യൂ എന്ന് പറഞ്ഞാൽ അപാര ക്യൂ. രാജാവ് നേരം കൊടുത്ത് നോക്കിയ സമയത്ത് ഈമാരി ക്യൂ അയാൾ തുറക്കാൻ പ്രതീക്ഷിച്ചിട്ടില്ല. രാജാവ് മന്ത്രിയോട് വെച്ച്, മന്ത്രി നാം എന്താ കാണുന്നത്, ഇത്രയും മടിയന്മാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു, ഇല്ലാണ്ട് വരുമല്ലോ. അല്ല, ഇവർക്ക് എന്ത് സമ്മാനം കൊടുക്കുക, ഇതിനകത്ത് ഏറ്റവും മടിയനെ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക, എന്ത് സമ്മാനം കൊടുക്കുക? മന്ത്രി പറഞ്ഞ്, സമ്മാനം കൊടുക്കുന്നത് പിന്നല്ലേ, നിങ്ങൾ എത്ര വന്നിക്ക് നോക്കി ആദ്യം. അങ്ങനെ രാജാവും മന്ത്രിയും കൂടെ എങ്ങനെ നടക്കുന്ന ക്യൂ തീരുന്നില്ല, ആമാരി ക്യൂ ആണ്. അങ്ങനെ കുറെ നടന്ന സമയത്ത് അതിനകത്തുണ്ട് ഒരു ചെറിയ ഒരു 6-7 വയസ്സ് പ്രായമുള്ള കുട്ടി നിൽക്കുന്നു, ഒരു പയ്യൻ. രാജാവ് മന്ത്രി നാം എന്തായി കാണുന്നത്, 6-7 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് മടിയോ? 6-7 വയസ്സ് പ്രായത്തിലെ കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കുട്ടിക്ക് മടിയുണ്ടാവൂ? എന്തായി കുട്ടിക്ക് സംഭവിച്ചത്? മന്ത്രി ഇങ്ങനെ ചോദിച്ചാൽ, നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ചോദിച്ചാൽ ചോദിച്ചു, മോനെ പേരെന്താ? പേര് പറഞ്ഞു. മോനെത്ര വയസ്സായി? 7 വയസ്സ്. അല്ല മോനെ, ഈ പ്രായത്തിൽ എനിക്ക് എങ്ങനെ മടി വന്നത്? കുട്ടികൾ ഓടിക്കളിക്കേണ്ട സമയമല്ലത്, നിനക്ക് എങ്ങനെ മടി വന്ന്? ഓൻ പറഞ്ഞു, ഹലോ, ഓൻ പറഞ്ഞു, എനിക്കല്ല മടി, എന്റെ അച്ഛനാ മടി. സമ്മാനം വാങ്ങാൻ വരാൻ മടിയായിട്ട് മൂപ്പരിന്റെ കൊണ്ട് പറഞ്ഞാൽ സമ്മാനം വാങ്ങാൻ മടിയായിട്ട് മൂപ്പർ ആളെ കൊണ്ട് പറഞ്ഞാ അപ്പനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അയച്ചാ മടിയന്മാർ ഇങ്ങോട്ട് വന്നാൽ 2-10 കൊടുത്തേക്കുന്ന ആരും പ്രതീക്ഷിക്കണ്ട. ആ ഏർപ്പാട് ഇവിടെ ഇല്ല. ഇവിടെ പണിയെടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ആൾക്കാർ പറയുന്നത് ഇവിടെ ഭയങ്കര മടിയന്മാരാ, മടിയന്മാർക്ക് നല്ല പൈസ നമുക്ക് കയ്യിൽ ഒരു ആരോഗ്യം ഉണ്ടാവും, നമ്മൾ അധ്വാനിച്ച് ജീവിച്ചോളൂ. അതാണോ സത്യം? പ്രിയ സുഹൃത്തുക്കളെ, ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ചെയ്യുന്ന ഈ ലോകത്ത് ഏറ്റവും മഹത്തരമായ ഒരു ജോലിയല്ലേ? ഈ ലോകം നിലനിൽക്കുന്നത് കച്ചവടമുള്ളതല്ലേ? ഈ ലോകം നിലനിൽക്കുന്നത് കച്ചവടമുള്ളതല്ലേ? ഇന്നത്തെ ഏറ്റവും വില കൂടിയ കാറുകൾ വിൽക്കുന്ന ഒരു കമ്പനി, ഓഡിയോ, ബെൻസോ, BMW ഏതൊക്കെ എടുത്തോ, അവന്റെ വലിയ ഷോറൂം, വലിയ സാലറി വാങ്ങുന്ന സ്റ്റാഫുകൾ, അതിന് GM എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത്രയും ലക്ഷം കണ്ട പാക്കേജിലാണ് അയാൾ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ഒരുപാട് തൊഴിലാളികൾ ആ കമ്പനി പണിയെടുക്കുന്ന സമയത്ത് അവിടെ പുറത്തേക്ക് ഉണ്ടാക്കി ലക്ഷങ്ങളും കോടികളും വിലക്ക് വിൽക്കേണ്ട കാറുകൾ, ആ കാറ് ഏറ്റവും അവസാനം നിൽക്കുന്ന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിറ്റിട്ടില്ലെങ്കിൽ മറ്റോ മുഴുവൻ പട്ടിണിയല്ലേ? അല്ല, ഈ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് കാറ് വിറ്റില്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മുഴുവൻ പട്ടിണിയല്ലേ? നമ്മളെ ലീഡർമാരെ കൂടെ പലപ്പോഴും കാറെടുക്കാൻ പോയ സമയത്ത് വെള്ളം കൊണ്ടെത്തരുന്ന, ചായ കൊണ്ടെത്തരുന്ന, ഫോട്ടോ എടുക്കുന്ന, കൈ തരുന്ന, സൂട്ടിട്ട് നടക്കുന്ന ഒക്കെ ഉണ്ടല്ലോ. ഈ കാറ് വിറ്റില്ലെങ്കിൽ ബാക്കി എല്ലാം പട്ടിണിയല്ലേ? ഒരു ശമ്പളം ഉണ്ടാവുക? ഉണ്ടാവില്ല. അപ്പൊ ആ സ്ഥാപനം നടത്തുന്നത് അവിടെ കാർ ഉണ്ടാക്കിയവനാണോ കാർ വിൽക്കുന്നവനാണോ? കാർ ഉണ്ടാക്കിയവനാ, സോറി, കാർ വിൽക്കുന്നവനാ, കാർ ഉണ്ടാക്കിയവനല്ല. ആ ഉണ്ടാക്കി കാർ അവിടെ വെറുതെ കിടന്നാലേ കമ്പനി വിട്ടു ഇല്ലേ? ഇന്നലകളില് കൃഷിക്കാരുടെ അവസ്ഥകൾ കണ്ടില്ലായിരുന്നു. തക്കാളി
കൃഷിക്കാരനെ അപ്പാടെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. വിൽപ്പന എഫക്റ്റീവായി നടന്നില്ല, ഉൽപാദനം കൂടി, അതിന് വിൽപ്പന പറ്റിയില്ല. ഞാന് അവസാന വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ അവസാന കൊല്ലവും ഞാൻ ടെക്നിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്ക് തൊഴിലവസരങ്ങളില്ലാത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പിൽ ഈ വിഷയം ഉന്നയിച്ച സമയത്ത് അന്നത്തെ MLA, അദ്ദേഹം ജീവനോടില്ല, അയാള് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം മാർക്കറ്റിംഗ് എഫക്റ്റീവായി നടക്കലാണെന്ന് പറയാൻ വേണ്ടി ഒരു കഥ പറയുന്നു. മാർക്കറ്റിംഗിന്റെ സാധ്യത എന്താണെന്ന് അപ്പം മനസ്സിലാവും. പണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ ഒരു വിദേശ രാജ്യത്ത് പഴയ റഷ്യയിലേക്ക് പോയ സമയത്ത് റഷ്യയിലെ പഴയ ഒരു ഗ്രാമത്തിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ റോഡരികിലെ ഒരു ഷെഡിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഞരക്കം കിട്ടും. അയാൾ ആ ഷെഡിലേക്ക് കയറി നോക്കിയ സമയത്ത് ഇത്തിരി പ്രായമുള്ള ഒരു മനുഷ്യൻ തണുത്ത് വിറച്ചുകൊണ്ട് മരിക്കാൻ പോകുമ്പോഴെന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. അയാൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? അയാൾ, എനിക്ക് തണുപ്പ് സഹിക്കാനാകുന്നില്ല, എനിക്ക് വിറയ്ക്കുന്നു, തണുപ്പ് സഹിക്കാനാകുന്നില്ല, അതുകൊണ്ട് ഇഷ്ടമാണ് ശബ്ദമായത്. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല നെരുപ്പോട് കത്തിച്ചാൽ പോലെ. ഈ തണുപ്പ് രാജ്യങ്ങളിൽ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി കരിയിട്ട് കത്തിക്കുന്ന അതിനെയാണ് സംവിധാനത്തെയാണ് നെരിപ്പോട് എന്ന് പറയാം. അപ്പൊ കരിയിട്ട് കത്തിച്ചാൽ പോലെ. അത് പറഞ്ഞ് കത്തിക്കാൻ കരിയില്ല, എനിക്ക് കത്തിക്കാൻ കരിയില്ലാത്തോണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ വരച്ചോണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോ എഴുത്തുകാരൻ ഞെട്ടിപ്പോയി. കാരണം ഇയാളെ വീടിന്റെ റോഡിന് നേരെ ഓപ്പോസിറ്റ് കരി ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിടുക, കരി കുന്നുപോലെ കിടക്കുക. ആ സമയത്താണ് ഒരു മനുഷ്യൻ എനിക്ക് കരിയില്ല എന്ന് പറഞ്ഞ് വരച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ വീടിന്റെ മുകളിലല്ലേ കരി ഇങ്ങനെ കുന്നുപോലെ കിടക്കുന്നത്, പിന്നെന്താ നിങ്ങൾ കരിയില്ലാത്തത്? ആ പറഞ്ഞു, അതാണ് എന്റെ പ്രശ്നം, അതാണ് എന്റെ പ്രശ്നം. ഞാൻ ആ കരിക്കമ്പിലെ തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് തൊഴിലാളികള് അവിടുത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചപ്പോ, ഞങ്ങളൊരു ഹാർഡ് വർക്കിന് തയ്യാറായപ്പോ ആ കരിക്കമ്പിലെ കരി ഉൽപാദനം സാധാരണ കുത്തനെ ഞങ്ങൾ കൂട്ടി. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയ കരി വിൽക്കാൻ ഞങ്ങളെ മാനേജ്മെന്റ് കഴിഞ്ഞില്ല. അപ്പൊ അവര് ഉൽപാദനം നിർത്തിവെച്ചു, താൽക്കാലികമായി കമ്പനി പൂട്ടിയിട്ടു. അങ്ങനെ കമ്പനി പൂട്ടിയപ്പോ എനിക്ക് ശമ്പളമില്ല, എന്റെ ഈ ശമ്പളമില്ലാത്തോണ്ട് കൈ പണമില്ല, പണമില്ലാത്തോണ്ട് എനിക്ക് കരി വാങ്ങാൻ പറ്റില്ല. ഹലോ, നമ്മൾ ഒരു മേഖലയിൽ ആത്മാർത്ഥമായി പണിയെടുത്ത് ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ ഉണ്ടാവുന്ന ദൂഷ്യവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നത്. അങ്ങനെ പണിയെടുത്തുകൊണ്ട് അവൻ പട്ടിണിയാവുന്ന അവസ്ഥ. ഈ കഴിഞ്ഞ 2018-19 കാലം ലോകം മുഴുവൻ ഒരുമിച്ച് അടച്ചിട്ടൊരു കാലം, നമുക്ക് ഒരു പരിചയവും അങ്ങനെ ഇല്ല. ആ സമയത്ത് ഞാൻ MI റെഗുലറായി ചെയ്യും, CTC റാങ്കിൽ നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു വാർത്ത വരുന്നത്, വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല, മെഷീൻ നടത്താൻ പറ്റില്ല, കടകൾ കംപ്ലീറ്റ് അടച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടുത്തെ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കൃഷിഭൂമി ഉണ്ട്, കുറച്ച് വാഴ വെക്കാൻ തീരുമാനിച്ച് ഒരു 10-600 വാഴയും കൊണ്ട് വെച്ച് ഞാനും എൻ്റെ കൂട്ടുകാരോട് കൂടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഴപ്പണി തന്നെ. അങ്ങനെ വാഴ കൊലവട്ടം നോക്കുമ്പോഴും നാട്ടുകാർ മുഴുവൻ കൊണ്ടുപോയി വാഴ വെച്ചിരുന്നു. ഞങ്ങൾ മാത്രമല്ല, നാട്ടിലെല്ലാവരും കൊണ്ടുപോയി വാഴ വെച്ചിരുന്നത്. അതുകൊണ്ട് കൊലക്കി വിലല്ലേ. അത്രയും കാലം 40 രൂപ 50 രൂപ 1 കിലോ നേന്ത്രപ്പഴത്തിനുള്ളത് ആ സമയത്ത് 20 രൂപ 22 രൂപ. ഈ കൂടത്തായ റോഡിന് മുകളിൽ കൊല വെട്ടിക്കൊണ്ടിട്ട് അതിന് പോകുന്ന കാറിനൊക്കെ കൈ കാണിച്ചിട്ട് കിലോ 10 രൂപ വിറ്റിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വിറ്റ് തീർക്കട്ടെ? ആ പണിയെടുത്ത വകയിൽ ഒരു 1.5 ലക്ഷം രൂപ പോയി കിട്ടി. മിണ്ടാതിന് 1.5 ലക്ഷം ലാഭമായിരുന്നു. ഹലോ, 30 രൂപ 32 രൂപ കപ്പയ്ക്ക് വിലയുണ്ട്. ആ സമയത്ത് കപ്പ കിലോ 10 രൂപയായിരുന്നു. എന്തേ, നാട്ടിൽ കൊണ്ട് കപ്പ ഉണ്ടാക്കി. അപ്പൊ എന്താ മനസ്സിലായത്? ഉൽപാദനം വർദ്ധിക്കുകയും വിതരണം നടക്കുകയും ചെയ്തില്ലെങ്കിൽ എല്ലാ മേഖലയും നഷ്ടത്തിലേക്ക് പോകും. വിതരണ മേഖലയാണ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, ഇല്ലേ കർഷകൻ ഉണ്ടാവില്ല. അപ്പൊ 600 വാഴ വെച്ചാൽ ഞങ്ങൾക്ക് 1.5 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ 5000-10,000 വെക്കുന്ന അമ്മ കൃഷിക്കാരുടെ അവസ്ഥയിലേക്കും ലോൺ എടുത്ത് വെച്ചോണ്ട്. ഹലോ, മണ്ണ് പണിയെടുത്തിട്ട് അവസാനം വേഗം മണ്ണിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് കച്ചവടം എന്ന് മനസ്സിലാക്കിയാൽ, അല്ല നാളെ പിടിക്കലാണോ, ഞാൻ വൈകിറന്ന് വിൽക്കലാണോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. വിതരണ മേഖലയാണ് ലോകത്ത് ഏറ്റവും പ്രധാനം. അതിലാ ഞാൻ നിങ്ങളും ഇടപെടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ലോകത്ത് വിൽക്കുന്നവരുടെ കയ്യിലാണ് പണമുള്ളത്. ഹലോ, വിൽക്കുന്നവരുടെ കയ്യിലാണ് പണമുള്ളത്. നിങ്ങൾ പണക്കാരനാണല്ലോ എന്നാണെങ്കിൽ കയ്യും നോക്കിയാൽ മതി,
എപ്പോഴും ഇങ്ങനെ വാങ്ങുന്ന കൈയാണെങ്കിൽ ഇത് പാവപ്പെട്ടവരുടെ കൈയാ, വിൽക്കുന്നതിൻ്റെ കൈ ഇങ്ങനെയാണ്, വാങ്ങുന്നതിൻ്റെ കൈ ഇങ്ങനെയാണ്. അത് അരി വാങ്ങലായാലും ശരി, സക്കാത്ത് വാങ്ങലായാലും ശരി, രണ്ടും മലന്ന കൈയാണ്. കൊല്ലം പെരിഞ്ചൂട്, ഉദ്ദേശം വഴി എങ്ങോട്ടും പോകാൻ പറ്റിയില്ല, അവിടെ സക്കാത്ത് അങ്ങനെ അത്ര കിട്ടിയിട്ടില്ല. അടുത്തൊല്ലൂടി കൂട്ടി വാങ്ങുന്ന കൈയുടെ പടച്ചോനെ, അങ്ങനെ ദുആ ചെയ്തവരുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തൊല്ലിന്റെ പരമാൻ ദരിദ്രരാക്കി തന്നെ വെക്കണേ, നല്ല സക്കാത്ത് വാങ്ങാൻ പറ്റുള്ളൂ. അതിന് പകരം ഇക്കൊല്ലത്തിന്റെ അവസാനത്തെ വാങ്ങല, അടുത്ത കൊല്ലം ഈ കൈ കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റണേ പടച്ചോനെ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ നമ്മൾ അങ്ങനെ ആയിത്തരും. വാങ്ങിയ ലാസ്റ്റ് വാങ്ങല് ഇനി കൊടുക്കുന്നവരാണോ? കൊടുക്കുന്നവല്ലേ പണക്കാരെ, അല്ല അധികം വാങ്ങുന്ന പണക്കാരെ. അതാ പറഞ്ഞേ, എല്ലാം വിൽക്കുന്നതിലേക്ക് നമ്മൾ മാറുക, കൊടുക്കുന്നതിലേക്ക് മാറുക. അതിന് പടച്ചോണ്ട് പ്രാർത്ഥിക്കുക, ദിവസവും ഇറങ്ങുക. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനകത്ത് ഒന്ന്, നന്നായി വിൽക്കുക. രണ്ട്, നന്നായി റിക്രൂട്ട് ചെയ്യുക, ആളുകളെ നന്നായി ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ വരുന്ന ആളുകളാണ് നമ്മളെ ശക്തി എന്ന് പറയുന്നത്. എത്രത്തോളം ആളുകൾ നിങ്ങൾ കൊണ്ട് അത്രത്തോളം നിങ്ങൾ പണക്കാരായി മാറും. രാഷ്ട്രീയക്കാർ അങ്ങനെയാകുന്നത്, ബിസിനസ്സുകാർ അങ്ങനെയാകുന്നത്. എത്രത്തോളം ആളെ നിങ്ങൾക്ക് കൂടെ വെക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കരുത്തരായി മാറും. ഇവിടെ നാട്ടിലെ ബിസിനസ്സുകാര് അല്ലെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ കൊണ്ട് നടക്കുന്നവര്, ഓരൊക്കെ തൊഴിലാളിക്ക് ശമ്പളം കൊടുത്താ, എസ്റ്റേറ്റ് പണിക്കാർ അത്രയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, കുറച്ചാലും അത്രയും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെയല്ല, നമുക്ക് ഉൽപ്പന്നം കമ്പനി കൊടുക്കും, സേവന കമ്പനി കൊടുക്കും, ഉള്ള ശമ്പളവും കമ്പനി കൊടുക്കും. നമ്മൾ ഇടനിലക്കാർ മാത്രമാണ്. ആളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും അവനെ ചേർത്ത് നിർത്തുകയും ചെയ്താൽ നമ്മൾ പണി. എത്രത്തോളം ആളെ ചേർത്ത് നിർത്താൻ പറ്റുമോ അത്രത്തോളം വളരാം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, പുതിയ ആളോട് ഞാൻ ഒരിക്കലും പറയാം. എന്തിന് നിങ്ങൾ കൂട്ടമായി നിൽക്കണം, എന്തിന് നിങ്ങൾ കൂട്ടം ചേർത്ത് നിർത്തണം. എനിക്ക് ഒരേ ഒരു പെങ്ങളല്ല, എനിക്ക് പെങ്ങളെ വീട്ടിൽ ചെറുകുളത്താ. പെങ്ങൾക്ക് ഒരു മോനാണ്. ഞാൻ അമ്മയോടൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകാറുള്ളത്. ഇപ്പൊ വെല്ലസ് സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ബേക്കറി സാധനം വാങ്ങുന്നത് മോശമല്ലേ, അല്ലെങ്കിൽ കുറ്റം പറയും, അതിനെ വാങ്ങി തിന്നുകയും ചെയ്യാം, മോശമല്ലേ. അവിടുത്തെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ. ചെറുകുളത്ത് ഞാൻ ബസ് ഇറങ്ങിയ പാട് നേരെ സാധാരണ ബേക്കറി കൂടുതൽ പോലെ ഫ്രൂട്ട്സുകളിലേക്കാണ് പോയത്. മൊത്തം ഫ്രൂട്ട്സ് ഒക്കെ നോക്കി ചോദിച്ചു, കുരുവില്ലാത്ത കറുത്ത മുന്തിരി കണ്ടപ്പോ നല്ല മധുരമുണ്ട്. ആ സമയത്ത് എന്താ വില എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കടക്കാരൻ പറഞ്ഞു കിലോയ്ക്ക് 130 പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇത്തിരി കൂടുതലാ. അതെന്നാ താമരശ്ശേരി തലേദിവസം ഞാൻ 130 വാങ്ങിക്കണം, അതേ മുതലോ 130 പറഞ്ഞു. 10 രൂപ കൂടി ഞാൻ സഹിക്കൂ, 20 കൂടി എനിക്ക് ഇഷ്ടമായില്ല. ഹലോ, ഞാൻ പറഞ്ഞത് വില എത്ര കൂടുതലാണത്. അയാൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പുറത്തോട്ട് കൂടി, അതിന് 70 രൂപ എന്നാ മതി. നോക്കുമ്പോ കൊലയെന്ന് വിട്ടത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കണം, കുമാരാക്കി വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞു ഈ ചീഞ്ഞ സാധനം ആർക്ക് വേണോ, ഞാൻ പൈസ അല്ലായിട്ട് പറഞ്ഞല്ല, അതിന് വില കൂടി പറഞ്ഞ. അയാൾ പറഞ്ഞു നിങ്ങളോട് കഴിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഒന്നോട്ട് കഴിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, സാറോട് കഴിക്കുന്നത് നിങ്ങൾ വാങ്ങണ്ട, ഒന്നും കഴിക്കും. അങ്ങനെ നിർമ്മിച്ചപ്പോ ഞാൻ ഒന്നും കഴിച്ചു. അയാൾ ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് ഉറപ്പല്ലേ, ഒരു ഒറ്റൊന്നും ചെയ്യൂല, എനിക്ക് ഉറപ്പാ. ഞങ്ങൾ ഇപ്പൊ പാളയത്ത് സാധനം കൊണ്ട് ചെപ്പേ അതായത് കൊല മാറ്റിട്ട് വിട്ടുപോയി കൂട്ടി വെച്ചതാ, ഒരു ഒറ്റൊന്നും കേടാവില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്. ഹലോ, ഒരു പാളയത്തിന് കൊട്ടയിൽ മുന്തിരി കൊണ്ടുവന്ന് അതെടുത്ത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അടർന്ന് വീണ് പോയത് കൂട്ടി വെച്ചതാണ്, ഒറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊലയിൽ നിന്ന കിലോയ്ക്ക് 100 കൂട്ടം വിട്ട 70. ഹലോ, കൊലയിൽ നിന്നാൽ 100 കൂട്ടം വിട്ട 70. ആ കൂട്ടത്തിൽ നിൽക്കണല്ല നല്ലത്. എന്തുകൊണ്ട് നമ്മൾ പണക്കാരാവാതെ കാരണം അറിയോ, നമ്മൾ ഒറ്റയ്ക്കാ. നമ്മൾ ടീമായാലും പൈസ ഉണ്ടാവുള്ളൂ. ഹലോ, രാഷ്ട്രീയക്കാർ ടീമാ, ബിസിനസ്സുകാർ ടീമാ, നമ്മൾ ഒറ്റയ്ക്കാ. അതുകൊണ്ട് നമ്മൾ ടീമാവണം, കൂട്ടമായി നിൽക്കണം. ആ കൂട്ടമായി നിൽക്കുന്ന നേട്ടങ്ങൾ ഓരോരുത്തരും കിട്ടും. അപ്പോ നാട്ടിലെ രാഷ്ട്രീയക്കാരായാലും നാട്ടിലെ വലിയ ബിസിനസ്സുകാരായാലും അവരൊക്കെ പല സൗകര്യങ്ങളും ജീവിതത്തിൽ ആളെ കൊണ്ട് നടക്കുന്നത്. നമ്മൾക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ സാധാരണക്കാരാ. അവർ കൊടുക്കാനുള്ള ശമ്പളം കമ്പനി കൊടുക്കും, ഉൽപ്പന്നം കമ്പനി കൊടുക്കും, സർവീസ് കമ്പനി കൊടുക്കും. നമ്മളെ പണി എന്താ, സ്നേഹിച്ചു ശ്രദ്ധിച്ചു കൊണ്ടുനടക്കുക. ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ ഒരു ചങ്ങല ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ അതിന്റെ കയറും ഒരു മൂക്കയറും ഉണ്ടാവും. നമുക്കൊരു കുതിര ഉണ്ടെങ്കിൽ അതിന് ചാട്ടയുണ്ടാവും, കണ്ണടയുണ്ടാവും. അതിന് നമ്മള് ആന ഉണ്ടെങ്കിൽ അതിന് ചങ്ങലയുണ്ടാവും, തോട്ടിയും ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നിനെ നിയന്ത്രിക്കാൻ ഓരോ സംവിധാനമുണ്ട്. എന്നാൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ ഒറ്റ സംവിധാനം മാത്രമേ ഉള്ളൂ, ഒന്ന് സ്നേഹം, രണ്ട് ശ്രദ്ധ. സ്നേഹിച്ചു ശ്രദ്ധിച്ചു മാത്രമേ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ.
അത് നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങൾ കൂടെ ആൾ നിൽക്കുള്ളൂ. നിങ്ങളെ ദേഷ്യവും നിങ്ങളെ എടുത്തിയാട്ടവും നിങ്ങളെ വിട്ടുവീഴ്ചയില്ലായ്മ ഇതൊന്നും നിങ്ങൾ ലീഡറാക്കില്ല. നിങ്ങളെ ലീഡറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്നേഹിക്കണം, 2 ശ്രദ്ധിക്കണം, 3 ക്ഷമിക്കണം. ഹലോ, ഇതിലെ കൂടെ ടീം ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഞാൻ പറയാം. എങ്ങനെയാണ് ക്ഷമിക്കുന്നത്, എങ്ങനെയാണ് ആളെ കൊണ്ടുനടക്കുന്നത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട് മുഴുവനും മറ്റേ കൂട്ടായ്മ നടന്നുകൊടുക്കുന്നത്. ഏത് 7ാം ക്ലാസ് കൂട്ടായ്മ, 10ാം ക്ലാസ് കൂട്ടായ്മ, 5ാം ക്ലാസ് കൂട്ടായ്മ, 1ാം ക്ലാസ് കൂട്ടായ്മ. എന്നിട്ട് സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ ഭയങ്കര തിരക്കും, 2 ദിവസം ആൾ മനസ്സിലുണ്ടാവില്ല. ഇപ്പൊ ശനിയും ഞായറും ഭയങ്കര തിരക്കാണ്. ബാക്കിയുള്ള അത്ര കുട്ടികളില്ല. എല്ലാ ശനിയും ഞായറും അതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളും ബുക്കിംഗ് ആണ്. മാഷിക്ക് യാതൊരു ഒഴിവില്ല. ഇപ്പൊ സാറ് വരണം എന്ന് പറഞ്ഞെടുക്കുക. അങ്ങനെ ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലം കൊണ്ട് ഏകദേശം 2500-3000 കൂട്ടായ്മകൾ നടന്ന്. ഹലോ, കൂട്ടായ്മ കഴിഞ്ഞതിന് ശേഷം 1500 പെണ്ണുകൾ ചാടിപ്പോയി. ഈ ചാടിപ്പോയ ആൾക്കാർക്ക് ഒരു പഠനം നടത്തി കൗൺസിലേഴ്സ് എന്താ സംഭവിക്കുന്നത്, പക്ഷിയായിട്ടാണോ, ഭർത്താവ് സ്നേഹമായിട്ടാണോ? അപ്പൊ ഒരു പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഹലോ, ഭർത്താക്കന്മാര് ഭാര്യമാരെ ശ്രദ്ധിക്കുന്നില്ല. ആ പരാതിയുള്ളവരെ ഇവരൊക്കെ ചാടിപ്പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലായി? ആളുകൾ ഭാര്യമാർക്ക് ഭക്ഷണം മാത്രം കൊണ്ടു കൊടുത്താൽ പോരാ, നമ്മൾ നല്ല ശ്രദ്ധയും പോകണം. ഇനി അങ്ങോട്ട് ഇല്ല ചാടി പോകാനുള്ള സാധ്യതയുണ്ട്. ഹലോ, പോയോല് പറഞ്ഞ അനുഭവ പറയണത്. ഇനി ഇങ്ങനെ ചാടിപ്പോയി കുടുംബജീവിതം നയിക്കുന്ന ആളുകളില്ലേ, അവരൊരു പഠനം നടത്തി നോക്കിയപ്പോ 85% ആൾക്കാർ പറയുന്നത് 1000 വെച്ചായിരുന്ന. ഹലോ, പോയപ്പോ മനസ്സിലായത് വറക്കുന്ന ചട്ടി ചടി കത്തുന്ന തീയില പോകുന്നത്. പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൽപ്പന എടുത്തോന്ന് പുരയിൽ വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് കിടന്നാൽ മതിയാവും. ഓന് ഭക്ഷണം കഴിച്ചു ഒറ്റ കിടത്താണ്. ഭാര്യ കഴിച്ചോന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവില്ല. അന്നേരം 9 കഴിഞ്ഞാൽ മറ്റു വിളിക്കും, മേഡം ഭക്ഷണം കഴിച്ചോ? എന്റെ ഓൻ ഇത്രയും കാലം ചോദിക്കാൻ ചോദ്യം ചോദിക്കുന്നത് എന്തായിരുന്നു മേഡം കറി? അയ്യോ, ഇവനൊരു സ്നേഹം. ഹലോ, ഇവനത് സ്ഥിരം പരിപാടിയാ. അപ്പൊ അതിന് അറിയില്ല. ഇതൊക്കെ കേട്ടില്ല പല്ലും പോണത്. എന്നാൽ അങ്ങനെ ഒരു ചങ്ങാതിന്റെ ഭാര്യ ചാടിപ്പോയതിനു ശേഷം ഓട്ടോറിക്ഷ കണ്ട അവര് ബേജാറാ. കാരണം ഓട്ടോ ഡ്രൈവർ കൂടി ഓട്ടോറിക്ഷ വയ്യ. അങ്ങനെ അവരെ ഡോക്ടറെ കൊണ്ടുപോയി എന്താ സംഭവം അറിയാൻ വേണ്ടി. അപ്പൊ ഡോക്ടർ പറഞ്ഞ ബേജാറാകാനൊന്നുമില്ല, കൊണ്ടുപോയും തിരിച്ചുകൊണ്ടുള്ള ബേജാറ് നിൽക്കുകയാണ്. വേറെ പൊടിയൊന്നുമല്ല, ഓട്ടോ അതേ വണ്ടി തിരിച്ചുണ്ടാക്കാൻ ബേജാറാണ്. അപ്പൊ ആ ബേജാറാണ് തുള്ളി കളിക്ക് പറയുന്നത്. അപ്പൊ പോയവർക്കറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ സ്നേഹവും ശ്രദ്ധയില്ലെങ്കിൽ വിശ്വാസം ഉണ്ടാവും, കുടുംബം ഉണ്ടാവില്ല. ഹലോ, അടുത്ത ക്ഷമയാണ്. നമ്മൾ ആരും ക്ഷമിക്കാൻ കാരണം നമ്മൾ ഭയങ്കര നമ്മളാരും തോൽക്കൂല. ഹലോ, കുടുംബത്തിൽ നിങ്ങൾ തോറ്റു വേണം ജയിച്ച് കാണിക്കാൻ. കുടുംബത്തിൽ നമ്മൾ തോറ്റു വേണം ജയിച്ച് കാണിക്കാൻ. നല്ല ബന്ധങ്ങൾ നടത്തുന്നതിന് വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ്, പുതിയ ആളോട് പറയാണ്. എന്താ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം സഹിക്കുന്നതിനെ ഞാൻ പറയണത്. നമുക്ക് നമ്മളെ ഭാര്യനെ അപ്പാടെ മാറ്റാനാവില്ല, നമ്മളെ മക്കളെ മാറ്റാനാവില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മാറ്റാനാവില്ല. അവർക്ക് അവരെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തർ തീരുമാനിച്ചാൽ നല്ല കുടുംബം ഉണ്ടാവും. അവിടെ മറ്റൊരാളെ ശരിയാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസരം കിട്ടിയ ഒരു തലയ്ക്ക്. ഹലോ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞില്ല. പഴയ ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസവും ഒരു അച്ഛൻ ഒരു മോനെയും കൊണ്ട്, ഒരു ഉപ്പ ഒരു മോനെയും കൊണ്ട് ഒരു ഉത്സവ പറമ്പിൽ കൂടെ ഇങ്ങനെ പോവാണ്. പിന്നെ തോളിച്ചിങ്ങനെ പോവാണ്. ഈ ചെക്കൻ ഭയങ്കര കരച്ചില്. അപ്പൊ ഇയാള് കുറെ കളിപ്പിച്ചു നോക്കി, കരച്ചിൽ നിർത്തില്ല. പിന്നെ നിങ്ങളോട് കുറിച്ച് ഒന്ന് അടങ്ങി രാജ, ഇഞ്ചൊന്ന് അടങ്ങി രാജ. കരച്ചിലൊന്നുമില്ല. മിഠായി വാങ്ങി കൊടുത്ത് സമാധാനം കരച്ചിൽ നിർത്തി. മിഠായി തന്നു ഇതേ കരച്ചിൽ തുടങ്ങി. അപ്പൊ മുമ്പ് കരച്ചിൽ നിർത്തില്ല. അപ്പൊ ഇങ്ങനെ വിളിച്ച് ഒന്ന് അടങ്ങി രാജ, ഇഞ്ചൊന്ന് അടങ്ങി രാജ. അപ്പൊ നിർത്തില്ല. അപ്പൊ ഒരു ബലൂൺ വാങ്ങി കൊടുത്ത് ബലൂൺ ഇട്ട് കരച്ചിൽ നിർത്തി. അവൻ കുറെ അത് ഊതി കളിച്ച് ഇത്തിരി കഴിഞ്ഞ പിന്നെ കരച്ചിൽ തുടങ്ങി. മുമ്പ് കരച്ചിൽ നിർത്തില്ല. ഇങ്ങനെ വിളിച്ച് ഒന്ന് അടങ്ങി രാജ, ഒന്ന് അടങ്ങി രാജ. നിർത്തില്ല. ഒരു കളിപ്പാടം വാങ്ങി കൊടുത്ത് പിന്നെ അതിലെ കളി ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും മുമ്പ് അതം കൊണ്ട് ഒഴിവാക്കി. പിന്നെ കരച്ചിൽ തുടങ്ങി. ഇത് കണ്ടപ്പോ ഈ ഒരു അച്ഛന്റെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു മധ്യവയസ്കൻ നടന്നു പോകുന്ന ആളെ അയാൾ വീട്ടിലോട്ട് രണ്ടാളെ അറിയില്ല. ചെന്നാലും കണ്ട കാഴ്ചയിൽ മുമ്പ് ഇടപെട്ട് മുമ്പ് അല്ല മോനെ രാജ, നീ എന്തിനൊക്കെ അറിയണത്? എന്റെ അച്ഛൻ എന്തൊക്കെ എനിക്ക് വാങ്ങി തന്നത്, മിഠായി വാങ്ങി തന്നില്ലേ, ബലൂൺ വാങ്ങി തന്നില്ലേ, കളിപ്പാടം വാങ്ങി തന്നില്ലേ, ഇങ്ങനെ ഒക്കെ തന്നിട്ട് നീ എന്തിനൊക്കെ അറിയുന്നത്? അപ്പൊ ഈ അച്ഛൻ പറയാ, എന്റെ പേര് രാജൻ എന്നല്ല, ഓന്റെ പേര് മനൂന്നാ. നിങ്ങളെന്താ അടങ്ങി രാജ പറഞ്ഞത്? രാജൻ എന്റെ പേരാ, ഞാൻ എന്നോട് പറയണേ. അച്ഛനാണ് ദേഷ്യം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അടങ്ങി രാജ, അടങ്ങി രാജ, ഞാൻ എന്നോട് പിന്നെ പറയാ. ഹലോ, മൂപ്പര് പറയാം, അടങ്ങാൻ പറയാ. ഇത് വളരെ പ്രസക്തമാണ്.
നമ്മളെ ബിസിനസ്സിനകത്തും കുടുംബ ജീവിതത്തിനകത്തും ചില സമയത്ത് ഭാര്യമാര് ഇങ്ങനെ അന്നേരം നമ്മൾ പറയണോ ഒന്ന് അടങ്ങി ബഷീറെ, അടങ്ങി സിദ്ദിഖേ, അടങ്ങി രാജ, അടങ്ങി രാജ. ഹലോ, തച്ചു കൊല്ലാണ് ദേഷ്യം ചിലപ്പുണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റൂല. നമ്മൾ അടക്കുക. ഇതേമാതിരി ഭർത്താക്കന്മാർ വെറുതെ പറഞ്ഞു പോകും. ആ സമയത്ത് നിങ്ങളും പറയണോ അടങ്ങി ശിവ, അടങ്ങി സൗദ, അടങ്ങി അജറ. ഹലോ, നമ്മൾ അടക്കാണ്. ചില ഭർത്താക്കന്മാർക്കുണ്ടല്ലോ ഭാര്യ ഒന്ന് പറഞ്ഞ് അടുത്ത് പറഞ്ഞ് ഇനി ഓള് പറഞ്ഞിട്ടാണ് അടുത്ത് പറയണമെങ്കിൽ ഞാൻ കാത്തുകയും ചെയ്യാം. ചീട്ടടിക്കുന്ന മതിയാ. നമ്മൾ ചീട്ടിട്ട് ഒലിട്ടിട്ട് ഇന്ന് ഒലിട്ടിട്ട് വേണം എനിക്ക് ഇന്ത്യ വെക്കണമെങ്കിൽ ഞാൻ മറ്റായിട്ട് നിൽക്കുക ഒളിട്ട് അടിക്കാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ നമ്മൾ ചീട്ടിറക്കി ഭാര്യ കൊണ്ടില്ല. ഇങ്ങനെ മുണ്ടാത്ത് ചിന്ത മുണ്ടാത്ത് ഇങ്ങനൊന്നല്ലോ. ഇങ്ങനെ വർത്താൻ നിർത്തിക്കാല് പറയടി, ഇനി പറയ്. ഇങ്ങനെ വായി കോലിട്ട് കുത്തിക്കൊണ്ടേ നിൽക്കൂ. കാരണം എന്താ, ഓളെ ചീട്ട് ഇറങ്ങി വേണം ഇന്ത്യ അടിക്കണമെങ്കിൽ നേരത്തെ റെഡിയാക്കി വെച്ചാ. ഹലോ, അന്നേരം നിങ്ങൾ പറയണം അടങ്ങി സൗദ, അടങ്ങി സൗദ. ഇങ്ങനെയൊക്കെ നാട്ടിലുണ്ടാവും. പക്ഷെ ഞാൻ മുണ്ടില്ല. പിന്നെ അയാൾ കോലിട്ട് കുത്തുമ്പോ ഒരു അര ഗ്ലാസ് വെള്ളെടുത്ത് വായിലിരിക്കാം. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ രണ്ടു കൂട്ടൊന്ന് ചെയ്തു എന്ത് നല്ല സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഒടുങ്ങുന്ന വരെ കച്ചവടം നീങ്ങും. ഹലോ, രണ്ടാമത്തെ നിർത്തിക്കാടുക. ഞാൻ മുണ്ടില്ലാന്ന്. കുടുംബ ജീവിതത്തിൽ പയച്ചതിന് ശേഷം ടീം ജീവിതത്തിൽ നിങ്ങൾ പയച്ചു നോക്കി. ചില നേരം കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതായത് ഒരക്ഷരം ഇത് പറഞ്ഞാൽ തിരിയാത്ത കാലത്ത് ഇതിനകത്ത് പിടിച്ചു കൊണ്ടുവന്ന് ഓനെ കൂടെ നടന്ന് ബിസിനസ് കൊടുത്ത് ഓനെ കൂടെ കൂടെ കൊടുത്ത് ഓനെ പ്രൊഡക്റ്റ് വിട്ടുകൊണ്ട് കൊടുത്ത് മീറ്റിംഗ് നടത്തി അങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്ത് ഓരോ തോന്നുന്നു ലീഡർ അത്ര പോരാ, ലീഡർക്കില്ലാത്ത കുറ്റല്ല. ഇതൊക്കെ ഉണ്ടാവും. അന്നേരം തോന്നും ഇവർക്ക് എടുത്ത് പുറത്തിറങ്ങുന്നത്. പക്ഷെ ചെയ്യുന്നടാ. ഹലോ, അടങ്ങി രാജ എന്ന് ക്ഷമിച്ചു കൊണ്ടിറക്കാൻ പഠിക്കണം. അങ്ങനെ ക്ഷമിച്ചാൽ നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കും. ഹലോ, ചൂടാവൽ എന്തൊരു പരിഹാരമല്ല. ഒരു ദിവസവും മണ്ണിന്റെ പൂജല്ലേ, മണ്ണിന്റെ പൂജനോട് സ്റ്റീൽ പാത്രം ചോദിക്കാണ്, അതിന്റെ പൂജ ഇനി എങ്ങനെ ഈ പെരിഞ്ചൂടത്തും വെള്ളം തണുപ്പിച്ച് നിർത്തുന്നത്, എങ്ങനെ എനിക്ക് ഇങ്ങനെ തണുപ്പിച്ച് നിർത്താൻ പറ്റുന്നത്? അപ്പോ മണ്ണിന്റെ പൂജ പറയാണ്, എനിക്കറിയോ ഞാൻ മണ്ണെന്ന് വന്നാലേ ആരോ തട്ടിപ്പൊട്ടിയ മണ്ണിലേക്കല്ലേ പോകുന്നത്, പിന്നെ ഞാൻ എന്തിനാ ചൂടാകുന്നത്? അതുകൊണ്ട് ഞാൻ എപ്പോഴും തണുപ്പിച്ച. ഹലോ, ഇവിടുന്ന് മണ്ണ് പോകാൻ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ആർക്കും ദേഷ്യം പിടിക്കാൻ തോന്നൂല. ഹലോ, നമ്മളെപ്പോഴും കൂളായിട്ടുണ്ട്. അപ്പൊ ക്ഷമയുടെ പര്യായമായി, കൂളാവലിന്റെ പര്യായമായി, സ്നേഹത്തിന്റെയും ശ്രദ്ധയുടെയും പര്യായമായി ഒരു ലീഡർ നിന്നാൽ നിങ്ങളുടെ കൂടെ ശക്തമായ ടീം ഉണ്ടാവും, ശക്തമായി വളരും. അതുകൊണ്ടാണ് നിങ്ങളുടെ റഷീദ് സാറും നിങ്ങൾ ഉമർ സാറും ഒക്കെ അങ്ങനെ വളരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അയ്യൂബ് സാർ ഉൾപ്പെടെ ലീഡേഴ്സ് അങ്ങനെ വളരുന്നത്, നിങ്ങൾ ബി സാർ വരെയുള്ള ലീഡേഴ്സ് അങ്ങനെ വളരുന്നത്. അങ്ങനെ വളരാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈ മീറ്റിംഗ് പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.